ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തും എത്ര സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടു പോയത്, എത്ര ഇമാമികൾ കഴിഞ്ഞുപോയ നാടാണത്. ഇറാനിലെ ജീലാനിലല്ലേ മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ജനിച്ചത്. ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനൂ, മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ജനിച്ച ജീലാൻ അത് ഇറാനിലാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കടന്നുപോയ നാട് അതേ പരിശുദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ ലോകം മുഴുവനും അറിവും ആത്മീയതയും നിറച്ച ഇമാം ഗസാലി തങ്ങളുടെ ചരിത്രം പറയുന്ന നാടാണ് ഇറാൻ. ഷിറാസ്, ഷിറാസ് എന്ന പ്രദേശം ഇറാനിലാണ്. ഒരുപാട് ഔലിയാക്കൾ കഴിഞ്ഞുപോയ നാടാണ്. ഇന്നവിടുത്തെ അവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ വളരെ സേഫായി റാഹത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ പരീക്ഷിക്കപ്പെടും. യുദ്ധത്തിന്റെ കെടുതികളും ദുരന്തങ്ങളും ഓരോ നാട്ടിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് രണ്ട് ദൗത്യങ്ങളുണ്ട്. ഒന്നാമത്തെ ദൗത്യം എന്താണ്? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്? നമ്മൾ പഠിക്കണം. എപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഈ ദുരന്തങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത്? പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞതിന്റെ മുമ്പ് ഒരാഴ്ചയിൽ അഥവാ കഴിഞ്ഞ മാസം 25-ാം തീയതി മുതൽ ഞങ്ങൾ യൂറോപ്പിലെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ. ഒരുപാട് വിജ്ഞാനത്തിന്റെ പാരമ്പര്യമുള്ള നാടാണ് സ്പെയിൻ. ഒരുപാട് ഇമാമികൾ ജീവിച്ചു പോയ നാടാണ്. ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫ എന്ന ഗ്രന്ഥം രചിച്ചത് സ്പെയിനിലെ ഗർനാത്ത ഗ്രനാഡയിൽ വെച്ചുകൊണ്ടാണ്. ലോകത്ത് ആദ്യമായി ഫ്ലൈറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഫെർനാസ് ഉണ്ടായിരുന്നത് സ്പെയിനിലാണ്. പിന്നീടാണ് റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് എന്ന ആശയവുമായി വരികയും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് റൈറ്റ് സഹോദരന്മാരാണ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് എന്ന്. അതിന് കാലങ്ങൾക്ക് മുമ്പ് ആശയം മുന്നോട്ട് വെച്ചയാൾ ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സ്മാരക ഫലകം ഇപ്പോഴും യൂറോപ്പിലുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന 800 കൊല്ലം മുസ്ലിങ്ങൾ നിസ്കരിക്കുകയും ജീവിക്കുകയും അധികാരം നടത്തുകയും ചെയ്ത രാജ്യം പിന്നീട് ഏകദേശം ഇപ്പോൾ 700 കൊല്ലത്തിലായി ക്രൈസ്തവ യൂറോപ്പിന്റെ കയ്യിലാണ്. ക്രൈസ്തവ യൂറോപ്പ് അധീനപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അറിയുമോ, ഈ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. എന്താ പാഠം? എപ്പോഴാണ് നമുക്ക് ഈ പ്രതാപങ്ങളൊക്കെ നഷ്ടമായി പോയത്? ഇറാഖിലെ പ്രതാപം എപ്പോഴാണ് നമുക്ക് നഷ്ടമായത്? ഇറാനിലെ പ്രതാപം എപ്പോഴാണ് നമുക്ക് നഷ്ടമായത്? സിറിയയിലെ പ്രതാപം എപ്പോഴാണ് നമുക്ക് നഷ്ടമായത്? ഇതുപോലെ ഈ എണ്ണിപ്പറഞ്ഞ ഓരോ രാജ്യത്തും മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ഇസ്സത്ത്, പ്രതാപം, അധികാരം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയേ ഉള്ളൂ. മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിൽ നിന്ന്, ഈമാനിൽ നിന്ന് അകന്നു പോയപ്പോൾ അല്ലാഹു നൽകിയ പരീക്ഷണമാണ്. ഇത് സാങ്കല്പികമായ ഒരു മറുപടിയല്ല, ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല അവർക്ക് സമ്പത്തും പ്രതാപവും നൽകിയപ്പോൾ
അവരവരുടെ ജീവിതത്തിൽ മുഴുവനും മാറ്റം വരുത്തി. അവരെ ആർഭാടങ്ങളിലേക്ക് പോയി, അനാവശ്യങ്ങളിലേക്ക് പോയി. അവരുടെ വീടുകളിലെ ആഘോഷങ്ങളിൽ മുഴുവനും തെറ്റുകുറ്റങ്ങളും ഗാനമേളയും എല്ലാം വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, സമീപകാലത്ത് അല്ലാഹു തആല അനുഗ്രഹം തന്നതിന്റെ പേരിൽ നമ്മുടെ മുസ്ലിം ഭവനങ്ങളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ എത്രമേൽ ആർഭാടപൂർണമാണ്. നമ്മളിത് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഈ മുസ്ലിയാക്കന്മാർക്കൊക്കെ ഇങ്ങനെ പരിഷ്കാരമൊന്നും പറ്റൂല, ഇവരിതിനൊക്കെ എതിരാണ്, ആളുകൾ സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒന്നും സമ്മതിക്കൂല. ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ എവിടെയൊക്കെ അധികരിച്ചാലും അവിടെ അള്ളാഹുവിന്റെ പരീക്ഷണം വരും. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും ഒരാഘോഷത്തിന്റെ പേരിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യവും ഒരു ന്യായത്തിന്റെ പേരിലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ എപ്പോഴാണോ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അപ്പോൾ നമുക്ക് രക്ഷയാണ്. അല്ലാതെ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. ഇത് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു തിരിച്ചറിവാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ ഉദ്ധരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം സ്വഹാബികൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്ന് പങ്കുവെക്കാമോ? നിങ്ങളുടെ ഒരു അഭിലാഷമൊന്ന് പറയാമോ? നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അഭിലഷിക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഈ വീട് മുഴുവനും, ഈ കാണുന്ന വീട് മുഴുവനും മംലൂഅതൻ ദഹബാ, ഈ വീട് മുഴുവനും സ്വർണം കൊണ്ട് നിറച്ചിരുന്നുവെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേനേ. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളൊന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഒരാള് പറഞ്ഞു, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഈ കാണുന്ന കെട്ടിടത്തിനുള്ളിൽ മുഴുവനും സ്വർണമായിരുന്നെങ്കിൽ ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്തയാള് പറഞ്ഞു, അല്ല മഹാനവറുകളെ, ഈ കെട്ടിടം മുഴുവനും നല്ല രത്നങ്ങളായിരുന്നെങ്കിൽ, പവിഴങ്ങളായിരുന്നെങ്കിൽ, പട്ടുടയാടകളായിരുന്നെങ്കിൽ, അങ്ങനെ വലിയ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ആ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു. എന്റെ അടുത്തൊരു 1 കോടി റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തങ്ങൾ പാപ്പാക്ക് കൊണ്ടും കൊടുക്കുമായിരുന്നു. ഒരാളങ്ങനെ ആഗ്രഹിച്ചാൽ ആഗ്രഹം നല്ലതാണ്. പിന്നെ പൈസ കിട്ടുമ്പോ പിന്നെ തങ്ങൾ പാപ്പാനെ ഓർക്കില്ല എന്നുള്ള വേറെ കാര്യം. ആഗ്രഹം ഉണ്ടാവും അങ്ങനെ. അതുപോലെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകാം, അത് ഹലാലായ ആഗ്രഹമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവസാനം കൂട്ടുകാർ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ആഗ്രഹം എന്താ? അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞില്ലേ ഇവിടെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്, ഐശ്വര്യമുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഈ പൊര നിറച്ച് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, മുആദ് ബിൻ ജബൽ, സാലിം മൗല അബി ഹുദൈഫ, ഹുദൈഫത്ത് ബിനുൽ യമാൻ തുടങ്ങിയവരെ പോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട് നിറച്ചും പൈസ വേണമെന്നല്ല, പണം വേണമെന്നല്ല,
ഞാൻ ആഗ്രഹിക്കുന്നത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങളെ പോലെ, മുആദ് ഇബ്നു ജബൽ തങ്ങളെ പോലെ, സാലിം മൗല അബീ ഹുദൈഫ തങ്ങളെ പോലെ, മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ പോലെ ചുണക്കുട്ടന്മാരായ ആളുകൾ ഈ വീട് നിറച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്താ കാര്യം? അതെന്താണ് കാര്യം? ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വലുതാണ് നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ സമുദായത്തിന്റെ സമ്പത്ത്. മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങൾ പണത്തിന്റെ പിന്നാലെ പോയ ആളല്ല, പ്രതാപത്തിന്റെ പിന്നാലെ പോയ ആളല്ല, ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോയ ആളല്ല. ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അല്ലാഹ് എന്ന ചിന്തയാണ്. ആ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ്. ആ അബൂ ഉബൈദ തങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാം ലോകത്തെവിടെയെല്ലാം എത്തി. ഈ ശരിയായ വെളിച്ചം എത്ര ലക്ഷം ജനങ്ങളിലേക്ക് പ്രവഹിച്ചു. അങ്ങനെ അല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അറിഞ്ഞ് സ്നേഹിച്ച് പിന്തുടരുന്ന ചുണക്കുട്ടന്മാരുണ്ടായാൽ എത്ര കോടിയും അതിന് പകരമാവില്ല. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എന്റെ മകൻ ആരാവണം? ഇന്നത്തെ മാതാപിതാക്കൾക്ക് നല്ല പൈസ ഉണ്ടാക്കുന്ന മോനാവണമെന്ന് മാത്രമാണ്. ഇന്ന് നല്ലൊരു പറ്റം മാതാപിതാക്കൾക്കും എന്റെ മകൻ ആരാകണം എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുന്ന ആളാവണം. അത് ഗൾഫാവാം, ഉദ്യോഗമാകാം, വിദ്യാഭ്യാസമാകാം, ബിസിനസ് ആകാം, എന്തുമാവാം. അതേ സമയത്ത് എനിക്ക് അല്ലാഹു തആല തന്ന മകൻ അല്ലാഹുവിനെ അറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്ന, അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്ന, ദീനിനു വേണ്ടി നിലനിൽക്കുന്ന ഒരാളാകണം എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പൊ ഓരോ മാതാപിതാക്കൾക്കും വേണ്ട ചിന്ത എന്താ? എന്റെ മകൻ അള്ളാഹുവിനെ അറിയുന്ന യഥാർത്ഥ മനുഷ്യനാവണം. ഹലാലായ പൈസ വേണ്ടെന്നല്ല, പ്രയോറിറ്റി അതിനാണ്. എന്റെ മകൻ അള്ളാഹുവിനെ അറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നയാളാവണം. താൽക്കാലികമായി പൈസ മാത്രമുള്ളയാളാണെങ്കിൽ 4 ദിവസം ഇവിടെ സന്തോഷിക്കാം. പിന്നെ ആ മകനെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടോ? കേവലം പൈസ മാത്രമുണ്ടായാൽ മതിയോ? അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും, പ്രത്യേകിച്ചു ശവ്വാൽ മാസത്തിൽ മതസ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അയൽവാസികൾ പരമാവധി മക്കളെ ദീനീ വിദ്യാഭ്യാസ രംഗത്തേക്ക് വിടണം. അതിന്റെ അർത്ഥം അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല. ഭൗതിക വിദ്യാഭ്യാസം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ആത്മീയ വിദ്യാഭ്യാസം നൽകാം. ഇതെല്ലാം നമുക്കുണ്ടായിട്ടും നമ്മുടെ മക്കളെ കേവലം പൊതുവിദ്യാഭ്യാസം മാത്രമുള്ള സ്ഥാപനത്തിലേക്ക് അയക്കാൻ പാടില്ല. നിസ്കാരം ഖളാ ആയാൽ എന്താ? എന്റെ മോൻ ഡോക്ടറായാൽ മതി. അവൻ ജുമയ്ക്ക് പോയില്ലെങ്കിൽ എന്താ? അവൻ ബിസിനസ്സുകാരനായാൽ മതി. ഈ ചിന്തയിൽ നിന്ന് മുസ്ലിങ്ങൾ പിന്നോട്ട് വരണം. എന്റെ മകൻ എന്തായാലും ആയില്ലെങ്കിലും അവൻ അല്ലാഹുവിനെ അറിയുന്നവനാകണം, ഇൽമുള്ളവനാകണം,
നിസ്കാരം ഖളാക്കാത്തവനാകണം, അള്ളാഹുവിനെ അറിയുന്നവനാകണം. ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അല്ലാതെ രക്ഷയില്ല, അല്ലാതെ രക്ഷയില്ല. നമ്മൾ എവിടെയെല്ലാം ഭൗതികമായി ചിന്തിക്കാൻ മാത്രം തുടങ്ങിയോ, നമ്മുടെ വീടുകളിൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഗാനമേളകളും അതുപോലെ സൗന്ദര്യ പ്രകടനങ്ങളും അധികരിച്ചു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ നാളെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും.